വെൽക്കം ടു ട്രൂ ഹോബി ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് ഒരു ചട്ടിച്ചോറുമായിട്ടാണ്. അപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ ഒത്തിരി ചട്ടിച്ചോറ് കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയ വന്നു. അപ്പോൾ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന കറികൾ ഏതൊക്കെയാണെന്ന് ഞാൻ അതിട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഇതിനകത്ത് മുട്ടയുണ്ട്, മത്തി വറുത്തതുണ്ട്, പപ്പടമുണ്ട്, ബീൻസ് തോരനുണ്ട്, തക്കാളിക്കറിയുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, നമ്മുടെ ആപ്പിൾ അച്ചാറുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ച് നോക്കിയത് എങ്ങനെയുണ്ടെന്നില്ല. നല്ല ചൂടാട്ടോ ചൂട്. അപ്പോൾ അതായത് നമ്മുടെ കറികളെല്ലാം കൂടി ശേഖരിച്ചെടുത്ത് ഞാൻ ഒരു ഉരുള ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് നല്ല രസമുണ്ട്. നമുക്കൊരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള കറികളെല്ലാം ആഡ് ചെയ്യാം. ഇന്ന കറികൾ വേണമെന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനടി നിങ്ങളുടെ മുമ്പ് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ അതേണ്ട നമ്മുടെ ചട്ടിച്ചോറ് ഞാനിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചോറ് ആവി എടുത്ത് കൊടുക്കുന്നു. കുറച്ച് ചോറിട്ട് ഇച്ചിരി പരന്ന ചട്ടി ഉണ്ട്. ഇച്ചിരി നല്ല കേട്ടോ. ഞാൻ ആ പരന്ന ചട്ടിക്ക് അത് കറി ഉണ്ടാക്കി. ഇത് നമ്മുടെ മത്തി ഫ്രൈ ആണ്. അപ്പോൾ അതൊരു മത്തി ഫ്രൈ എടുക്കുന്നു. അത് ആവശ്യമുള്ളിടത്തോടെ എടുക്കാൻ കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഞാൻ ഇച്ചിരി ബീൻസ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് നമുക്ക് സൈഡിൽ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ആപ്പിൾ അച്ചാറാണ്. നമ്മുടെ ആപ്പിൾ നല്ലതായിട്ട് അച്ചാറിട്ട് വെച്ചേക്കണം. ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യകാല വീഡിയോസിൽ ഒരെണ്ണത്തിൽ ഞാൻ ആപ്പിൾ അച്ചാർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇടാനുള്ള നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയാണ്. അത് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളിക്കറി. ഈ തക്കാളിക്കറി ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി സിമ്പിളായിട്ടുള്ളൊരു തക്കാളിക്കറി ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വേണ്ട ഇതിൻ്റെ കൂടെ ഞാൻ സൈഡിൽ ഇതേ ഒരു പപ്പടവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. നമ്മുടെ ചട്ടിച്ചോറിനകത്തുള്ള തക്കാളിക്കറി എങ്ങനെ ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള തക്കാളിക്കറിയാണ്. നമുക്കിപ്പോൾ ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തക്കാളിക്കറി. ഞാൻ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കണം. ഈ കടുക് പൊട്ടി തീരുന്നതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു. ആ ഉലുവ ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിത് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഉള്ളിയുണ്ട്, നമ്മുടെ ചുവന്ന മുളകുണ്ട്, പത്തലമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ കറിവേപ്പില. ഇത്രയും സാധനത്തിൽ നമ്മുടെ ഉലുവ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ എല്ലാം ഒന്നിച്ചങ്ങിട്ട് വഴറ്റുകയാണ്. ഇത് നന്നായിട്ട് വഴണം. ആ വഴനേൻ്റെ കൂടി തന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വഴകട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി വഴന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചുകൊണ്ട് വരാം. അതിനായിട്ട് ഞാൻ മിക്സിയിലേക്ക് നമ്മുടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നല്ല ജീരകം, ഞാൻ ഇവിടെ എഴുതി എല്ലാ ലെവലിൽ വെച്ചേക്കുവാണ്. എൻ്റെ മസാലകൾ സ്പൈസസ് എല്ലാം ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് കുഴമ്പ് പോലെ ആക്കിക്കൊണ്ട് വരാം. അപ്പോൾ വേണ്ട നമ്മുടെ ഉള്ളിയും മുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ കിടന്ന് വഴന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഞാൻ മുളക് പൊടി ഇടുന്നില്ല, കാരണം ഞാൻ ആവശ്യത്തിന് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ആ കൂടെ നമ്മുടെ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ട് വഴറ്റി എടുക്കണം. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയിട്ട് നമ്മൾ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചേക്കണം. തക്കാളി നല്ല ഇങ്ങനെ ഈ കഷ്ണത്തെ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഇളക്കി കൊടുക്കുക. ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓൾറെഡി നമ്മൾ ഉള്ളിയുടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ വേണ്ട നമ്മുടെ തക്കാളി ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. തൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു. പിന്നെ ഒത്തിരി കുഴഞ്ഞു പോകണ്ട. ഈ പാത്രം വെച്ചാൽ മതി. അതേ സമയം നമ്മുടെ തേങ്ങയും തേച്ചിട്ട് നല്ല ജീരകവും കൂടെ അരച്ചത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അരപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ മിക്സി കഴുകി ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്.